അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ബാങ്ക് എടുക്കുന്ന തീരുമാനം കൊണ്ട് ഈ കൊച്ചു കേരളത്തിലെ സ്വർണ്ണവില കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇതിന്റെ കാരണങ്ങളും വിശകലനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞത് നിങ്ങളെ ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് വെറും ഒരു സാധാരണ വിലക്കുറവല്ല. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ 2026 ജൂൺ 19 രാവിലെ പുറത്തുവിട്ട ഔദ്യോഗിക കേരള ബോർഡ് റേറ്റ് ഡേറ്റ പ്രകാരം 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 13,370 രൂപയായി കുറഞ്ഞിരിക്കുകയാണ്. ഒറ്റയടിക്ക് 335 രൂപയാണ് ഇവിടെ ഒരു ഗ്രാമിന് മാത്രം കുറഞ്ഞത്. അതായത് നമ്മൾ സാധാരണ കണക്കാക്കുന്ന ഒരു പവൻ സ്വർണത്തിന് വില 1,06,960 രൂപയായി മാറിയിരിക്കുന്നു. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില നോക്കുകയാണെങ്കിൽ അത് ഗ്രാമിന് 10,990 രൂപയായും കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം വെള്ളി വില ഗ്രാമിന് 250 രൂപയും 10 ഗ്രാമിന് 2,500 രൂപയുമായാണ് തുടരുന്നത്. സാധാരണ വെള്ളി നിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾ വിപണിയിലെ ഈ പ്രവണതകൾ കൂടി വിലയിരുത്തുന്നത് നന്നായിരിക്കും. വെള്ളി വിലയും ഇത്തരം അന്താരാഷ്ട്ര സാമ്പത്തിക ചലനങ്ങളും പ്രതിഫലിക്കുന്നുണ്ട്. പലരും കരുതുന്നത് ഇന്ത്യയിലെ കല്യാണ സീസൺ കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ആളുകൾ സ്വർണം സ്വന്തമാക്കുന്നത് പെട്ടെന്ന് കുറച്ചതുകൊണ്ടോ ആണ് ഈ വലിയ വിലക്കുറവ് വിപണിയിൽ ഉണ്ടായത് എന്നാണ്. സത്യം പറഞ്ഞാൽ അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. അമേരിക്കയിലെ ഫെഡറൽ റിസർവ് അഥവാ അവരുടെ കേന്ദ്ര ബാങ്ക് എടുത്ത ചില കടുത്ത തീരുമാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണ വിപണിയെ ശക്തമായി താഴേക്ക് വലിച്ചിട്ടിരിക്കുന്നത്. പുതിയ ഫെഡറൽ റിസർവ് ചെയർമാൻ കെവിൻ വാർഷിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പലിശ നിരക്കുകൾ 3.5% മുതൽ 3.75% വരെയായി മാറ്റമില്ലാതെ നിലനിർത്താൻ ഐക്യകണ്ഠേനയാണ് തീരുമാനിച്ചത്. പലിശ നിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലായിരുന്ന ആഗോള സാമ്പത്തിക വിപണിക്ക് ഇതൊരു വലിയ തിരിച്ചടിയായി മാറി. ഇനി പലിശ നിരക്കുകൾ കുറയ്ക്കില്ല എന്ന് മാത്രമല്ല, വരും മാസങ്ങളിൽ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ വേണ്ടി വീണ്ടും കൂട്ടിയേക്കാം എന്ന ശക്തമായ സൂചനയും അവർ നൽകിയിട്ടുണ്ട്. ഇതോടെ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,300 താഴേക്ക് പോയി. അമേരിക്കയിൽ പലിശ നിരക്ക് വളരെ ഉയർന്നു നിൽക്കുമ്പോൾ വലിയ അന്താരാഷ്ട്ര നിക്ഷേപകർ അവരുടെ പണം സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് മാറ്റി അമേരിക്കൻ സർക്കാർ ബോണ്ടുകളിലും ബാങ്കുകളിലും നിക്ഷേപിക്കാൻ വലിയ രീതിയിൽ തുടങ്ങും. കാരണം അവിടെ അവർക്ക് സുരക്ഷിതമായി നല്ലൊരു പലിശ നിരക്ക് റിട്ടേൺ ആയി ലഭിക്കുന്നുണ്ട്. സ്വർണം കൈവശം വെച്ചാൽ നമുക്ക് പ്രത്യേകമായി പലിശയൊന്നും കിട്ടില്ല. വെറുതെ ഇരിക്കുന്ന സ്വർണത്തേക്കാൾ മികച്ച പൊട്ടൻഷ്യൽ ഔട്ട്കം പലിശ തരുന്ന ഡോളർ അധിഷ്ഠിത നിക്ഷേപങ്ങൾ തന്നെയാണെന്ന് വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. ഇൻഫ്ലേഷൻ അതായത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടി അമേരിക്കൻ കേന്ദ്ര ബാങ്ക് നടത്തുന്ന ഈ കടുത്ത നീക്കം ആഗോളതലത്തിൽ ഡോളറിനെ വളരെയധികം ശക്തിപ്പെടുത്തുന്നു. ഡോളർ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും സ്വർണത്തിന്റെ വില ലോകവിപണിയിൽ താഴേക്ക് പതിക്കും. ഇൻഫ്ലേഷൻ എന്നാൽ വില കൂടുന്നു, അത്ര തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ സമ്പാദ്യത്തെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലോക സ്വർണ്ണ കൗൺസിലിന്റെ ജൂൺ മാസത്തെ ആഗോള വിപണി റിപ്പോർട്ട് പ്രകാരം അന്താരാഷ്ട്ര വിപണിയിൽ മെയ് മാസത്തിന് ശേഷം സ്വർണത്തിന്റെ ആദായത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ മെയ് 13 സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% കേന്ദ്ര സർക്കാർ വലിയ തോതിൽ ഉയർത്തിയിരുന്നു. ഇത് കാരണം ആഭ്യന്തര വിപണിയിൽ ആഗോള വിപണിയിലെ അത്ര വലിയ ഇടിവ് ആദ്യത്തെ ആഴ്ചകളിൽ പ്രതിഫലിച്ചില്ല. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 5.3% ഇടിഞ്ഞതും നമ്മുടെ നാട്ടിലെ വില കുറയാതിരിക്കാൻ കാരണമായി. ഗുഡ് റിട്ടേൺസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ജൂൺ 18 ആഭ്യന്തര വിപണിയിൽ വലിയ രീതിയിലുള്ള തകർച്ചയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ സമ്മർദ്ദം വളരെ ശക്തമായതോടെ കേരളത്തിലെ റീറ്റെയിൽ വിപണിയിലും വില താഴേക്ക് വരാൻ പൂർണ്ണമായും നിർബന്ധിതമായിരിക്കുകയാണ്. വിപണിയിലെ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ സാമ്പത്തിക പ്ലാനുകളെ എങ്ങനെ തകിടം മറിക്കുമെന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു കല്യാണം വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഭവന വായ്പയുടെ വലിയൊരു തുക EMI മാസം തോറും അടയ്ക്കുന്നുണ്ടാകാം. സ്വർണം തിരഞ്ഞെടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സാധാരണക്കാർക്ക് ഇതൊരു നല്ല അവസരമായി തോന്നാം. പക്ഷെ ഈ വിപണി വളരെ അസ്ഥിരമാണ്. ഹ്രസ്വകാല നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കാണുന്നവർക്ക് ഈ പലിശ നിരക്ക് മാറ്റങ്ങൾ വലിയ നഷ്ടം വരുത്തി വെച്ചേക്കാം. വില കുറയുമ്പോൾ ആളുകൾ പരിഭ്രാന്തരായി സ്വർണ്ണ ETF നിക്ഷേപങ്ങളിൽ നിന്നും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദീർഘകാല നിക്ഷേപകർ ഈ വിപണിയിലെ മാറ്റങ്ങളെ വളരെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കേണ്ടത്. നമ്മുടെ നിക്ഷേപശീലങ്ങളിൽ വലിയൊരു അച്ചടക്കം കൊണ്ടുവരേണ്ട സമയമാണിത്. സ്വർണം വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയോ കൂടുതൽ സ്റ്റഡി ചെയ്യുകയോ ചെയ്യാതെ വിപണിയിലെ തരംഗങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ബുദ്ധി. വരും മാസങ്ങളിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് വീണ്ടും കൂട്ടിയാൽ സ്വർണ്ണവില ഇനിയും കുറയാൻ സാധ്യതയുണ്ട് എന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയിലെ ഫെഡറൽ റിസർവ് പ്രഖ്യാപിക്കുന്ന പലിശ നിരക്കുകളുടെ ഗതി അടുത്ത ഒക്ടോബർ മാസത്തോടെ കൂടുതൽ വ്യക്തമാകും. അതുവരെ സ്വർണ്ണ വിപണിയിൽ വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഏതൊരു സാമ്പത്തിക തീരുമാനം എടുക്കുന്നതിന് മുൻപ് വിപണിയെ കൃത്യമായി പഠിക്കുകയും ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയും ചെയ്യുക. വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നതും ഇപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. വിപണിയുടെ ഗതി കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. വിപണിയിലെ പുതിയ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യത്തെ സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കും.
ധൃതി പിടിച്ച് സ്വർണം സ്വന്തമാക്കാൻ നോക്കാതെ വിപണിയിലെ തരംഗങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വരും ആഴ്ചകളിൽ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളും US ഫെഡ് തീരുമാനങ്ങളും സ്വർണ്ണവിലയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ കണ്ടറിയണം. നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വിവേകത്തോടെയുള്ള കാത്തിരിപ്പും അത്യാവശ്യമാണ്. ഓരോ ചെറിയ അറിവും നമ്മെ വലിയ സമ്പാദ്യ നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. വിപണിയിലെ വലിയ വാർത്തകളും വിശകലനങ്ങളും കൃത്യമായി മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. ഈ വീഡിയോ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.